ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന ഭാഗം 1 ശമൂവേൽ 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ വഴിത്തിരിവുകളിലൊന്നാണ്. ശൗലിൻ്റെ തിരസ്കാരത്തോടെയാണ് ഇവ ആരംഭിക്കുന്നത്. ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയ ദാവീദിൻ്റെ ഉയർച്ചയോടെയാണ് അവസാനിക്കുന്നത്. ഈ 3 അധ്യായങ്ങളുടെയും ഹൃദയ സന്ദേശം ഇതാണ്: ദൈവം ആകർഷകമായ വ്യക്തികളെ അല്ല അന്വേഷിക്കുന്നത്, പൂർണ്ണമായി തനിക്ക് സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങളെയാണ് അന്വേഷിക്കുന്നത് എന്നാണ്. 15-ാം അധ്യായത്തിൽ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ സമയത്ത് അമാലേക്യർ ഇസ്രായേലിനോട് കാട്ടിയ ക്രൂരതയും ദൈവത്തോടുള്ള അവരുടെ ദീർഘകാല കലാപവും നിമിത്തം അവരെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ദൈവം ശൗലിനോട് കൽപ്പിക്കുന്നു. ഇത് വ്യക്തിപരമായ പ്രതികാരമല്ല, നൂറ്റാണ്ടുകളോളം ക്ഷമയോടെ കാത്തിരുന്നതിന് ശേഷം നടപ്പാക്കിയ ദൈവിക ന്യായവിധിയായിരുന്നു. ശൗൽ യുദ്ധത്തിനിറങ്ങി വിജയം നേടുന്നു. പുറമേ നോക്കുമ്പോൾ അവൻ വിജയിച്ച രാജാവാണ്. എന്നാൽ ഉള്ളിൽ അവൻ ഇതിനകം പരാജയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കേണ്ടുന്നതിന് പകരം അവൻ രാജാവായ ആഗാഗിനെ ജീവനോടെ വിടുകയും ഏറ്റവും നല്ല ആടുകളെയും കന്നുകാലികളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവൻ പൂർണ്ണ അനുസരണത്തിന് പകരം തിരഞ്ഞെടുത്ത അനുസരണം കാട്ടി. ശമൂവേൽ അവനെ നേരിട്ടപ്പോൾ ശൗൽ തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. കുറ്റം ജനങ്ങളുടെ മേൽ ചുമത്തി. മാത്രമല്ല, യാഗമർപ്പിക്കാനാണ് മൃഗങ്ങളെ ജീവനോടെ വെച്ചതെന്ന് പറഞ്ഞ് തൻ്റെ അനുസരണക്കേടിനെ ആരാധനയുടെ മറവിൽ മറയ്ക്കുവാനും ശ്രമിച്ചു. അപ്പോൾ ശമൂവേൽ തിരുവെഴുത്തിലെ ഏറ്റവും മഹത്തായ സത്യങ്ങളിലൊന്ന് പ്രഖ്യാപിക്കുകയാണ്: അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ഉത്തമം. ദൈവം ആഗ്രഹിക്കുന്നത് മതപരമായ ആചാരങ്ങളെക്കാൾ ഉപരി അനുസരണമുള്ള ഹൃദയമാണ്. ആരാധനയ്ക്ക് ഒരിക്കലും അനുസരണക്കേടിന് പകരമാകാൻ കഴിയില്ല. യഹോവയുടെ വചനം നിരസിച്ചതിനാൽ രാജ്യത്വം ശൗലിൽ നിന്ന് എടുത്തു കളയപ്പെടുമെന്ന് ശമൂവേൽ പ്രഖ്യാപിക്കുന്നു. അതൊരു ഹൃദയഭേദകമായ ദുരന്തമായിരുന്നു. ശൗൽ ദൈവവുമായി തൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ മുമ്പിലുള്ള തൻ്റെ മാന്യത സംരക്ഷിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ആദ്യം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി മാനസാന്തരപ്പെടുന്നതിന് പകരം മൂപ്പന്മാരുടെ മുമ്പിൽ തന്നെ ആദരിക്കണമെന്നാണ് അവൻ ശമൂവേലിനോട് അപേക്ഷിച്ചത്. ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭാഗികമായ അനുസരണവും അനുസരണക്കേട് തന്നെയാണെന്ന് ആണ്. ദൈവം നമ്മുടെ വിശ്വസ്തതയെ അളക്കുന്നതിന് പുറമേയുള്ള വിജയങ്ങൾ കൊണ്ടല്ല, പൂർണ്ണ ഹൃദയ സമർപ്പണത്തിലാണ്. 16-ാം അധ്യായത്തിൽ ശൗൽ നിരസിക്കപ്പെട്ടതിന് ശേഷം ഈശായുടെ കുടുംബത്തിൽ നിന്ന് പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ശമൂവേലിനെ ബേത്ലഹേമിലേക്ക് അയക്കുന്നു. ഈശായുടെ പുത്രന്മാർ ഓരോരുത്തരായി ശമൂവേലിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു. ഏലിയാബ് ഉയരവും ഭംഗിയുമുള്ള രാജകീയ രൂപമുള്ളവനായിരുന്നു. അവനെയാണ് തിരഞ്ഞെടുക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ദൈവം ശമൂവേലിനോട് ഒരിക്കലും മറക്കാനാവാത്ത വാക്കുകൾ അരുളി ചെയ്തു: മനുഷ്യൻ പുറമേയുള്ള രൂപം നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. മൂത്ത സഹോദരന്മാർ ഓരോരുത്തരും നിരസിക്കപ്പെടുന്നു. ഒടുവിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന ഏറ്റവും ഇളയവനായ ദാവീദിനെ വിളിച്ചു വരുത്തുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയവനായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് അവൻ ഒരിക്കലും മറഞ്ഞിരുന്നില്ല. ദാവീദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പരസ്യവേദികളിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് ദൈവം തൻ്റെ ദാസന്മാരെ പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ ഒരുക്കുന്നു എന്നതാണ്. ആടുകളെ മേയിച്ച ഏകാന്തമായ പാടങ്ങൾ പിന്നീട് ഒരു ജനതയെ നയിക്കാനുള്ള പരിശീലനശാലയായി മാറി. ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അതേസമയം യഹോവയുടെ ആത്മാവ് ശൗലിൽ നിന്ന് വിട്ടുപോയി. ശൗൽ മാനസികമായി അസ്വസ്ഥനാകുമ്പോൾ വീണ വായിക്കുന്നതിനായി ദാവീദ് രാജധാനിയിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് വളരെ മുമ്പേ ആ ഇടയൻ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ദൈവത്തിൻ്റെ ഒരുക്കം പലപ്പോഴും നിശബ്ദവും ക്രമാനുഗതവും മനുഷ്യരുടെ കണ്ണുകൾക്ക് അദൃശ്യവുമാണ്. 17-ാം അധ്യായത്തിൽ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള പ്രശസ്തമായ സംഭവം ഒരു ചെറിയ ബാലൻ ഒരു ഭീമനെ തോൽപ്പിച്ച കഥ മാത്രമല്ല, വിശ്വാസം ഭയത്തെ നേരിടുന്ന കഥയാണ്. 40 ദിവസം ഗോലിയാത്ത് ഇസ്രായേലിനെ വെല്ലുവിളിച്ചു. ശൗൽ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ സൈന്യം മുഴുവൻ ഭയത്താൽ തളർന്നു. എല്ലാവരും ഗോലിയാത്തിനെ തങ്ങളുമായി താരതമ്യം ചെയ്തു. ദാവീദ് സഹോദരന്മാർക്ക് ഭക്ഷണം കൊണ്ടുവരാനാണ് യുദ്ധഭൂമിയിലെത്തിയത്. എന്നാൽ ജീവനുള്ള ദൈവത്തെ ഗോലിയാത്ത് നിന്ദിക്കുന്നത് കേട്ടപ്പോൾ
അവൻ യുദ്ധത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ കണ്ടു. മറ്റുള്ളവർ ജയിക്കാനാവാത്ത ഭീമനെ കണ്ടപ്പോൾ ദാവീദ് സർവശക്തനായ ദൈവത്തെ ധിക്കരിക്കുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടത്. കഴിഞ്ഞ കാലത്ത് ദൈവം നൽകിയ വിടുതലുകളെ ദാവീദ് ഓർത്തെടുത്തു. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് തന്നെ രക്ഷിച്ച അതേ ദൈവം ഈ ഫെലിസ്തീനിൽ നിന്നും തന്നെ വിടുവിക്കുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. ശൗൽ തൻ്റെ കവചം ദാവീദിന് നൽകാൻ ശ്രമിച്ചു. എന്നാൽ ദാവീദ് അത് നിരസിച്ചു. മറ്റൊരാളുടെ ആത്മവിശ്വാസം കടം വാങ്ങി യുദ്ധം ചെയ്യാൻ അവനാവില്ലായിരുന്നു. അവൻ്റെ ധൈര്യം ദൈവത്തോടുള്ള വ്യക്തിപരമായ കൂട്ടായ്മയിൽ നിന്നാണ് വളർന്നത്. ഒരു കവണയും 5 മിനുസമുള്ള കല്ലുകളും മാത്രം കയ്യിലെടുത്ത് ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടു. അവന് പ്രഖ്യാപിച്ചു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദാവീദ് സ്വാഭാവികമായി ശക്തനായതുകൊണ്ടല്ല ഗോലിയാത്ത് വീണത്. ദാവീദ് പൂർണ്ണമായി യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. മനുഷ്യബലത്തിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് യഥാർത്ഥ ജയമെന്ന സത്യം ആ ദിവസം മുഴുവൻ ഇസ്രായേൽ കണ്ടറിഞ്ഞു. ഈ അധ്യായങ്ങൾ ഇന്നും വിശ്വാസികളോട് ശക്തമായി സംസാരിക്കുന്നു. അനേകം ക്രിസ്ത്യാനികൾ ദൈവത്തിന് ഭാഗികമായ അനുസരണം അർപ്പിച്ചുകൊണ്ട് പൂർണ്ണ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു. ശൗലിനെ പോലെ നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങളിൽ മാത്രം അനുസരിക്കുകയും ചില വിട്ടുവീഴ്ചകൾ ജീവിതത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് പൂർണ്ണ ഹൃദയ അനുസരണത്തിലേക്കാണ്. കാരണം യഥാർത്ഥ സ്നേഹം അനുസരണത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. ലോകം ഇന്നും മനുഷ്യരെ അവരുടെ രൂപം, വിദ്യാഭ്യാസം, സമ്പത്ത്, സ്വാധീനം, പ്രശസ്തി എന്നിവ കൊണ്ടാണ് വിലയിരുത്തുന്നത്. എന്നാൽ ദൈവം ഇന്നും ആദ്യം നോക്കുന്നത് ഹൃദയത്തെയാണ്. താഴ്മയും വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉള്ളവരിലാണ് അവൻ പ്രസാദിക്കുന്നത്. ദാവീദിനെ പോലെ അനേകം വിശ്വാസികൾ ഇന്ന് ആരും ശ്രദ്ധിക്കാത്ത ഇടങ്ങളിൽ വിശ്വസ്തയോടെ സേവിക്കുന്നു. മനുഷ്യർ നിങ്ങളെ കാണുന്നില്ലെന്ന് തോന്നാം, എന്നാൽ ദൈവത്തിൻ്റെ ഒരുക്കം ഒരിക്കലും പാഴാകുന്നില്ല. പ്രാർത്ഥനയുടെയും സേവനത്തിൻ്റെയും വിശ്വസ്തതയുടെയും മറഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങൾ ദൈവം ഭാവിയിൽ ഏൽപ്പിക്കുവാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി നിങ്ങളെ രൂപപ്പെടുത്തുകയാണ്. ഓരോ വിശ്വാസിയും ജീവിതത്തിൽ പല ഗോലിയാത്തുകളെ നേരിടുന്നു. ഭയം, പരീക്ഷണം, കഷ്ടത, എതിർപ്പ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബഭാരങ്ങൾ, ആത്മീയ പോരാട്ടങ്ങൾ. ഇവയെ ജയിക്കുവാനുള്ള വഴി ആത്മവിശ്വാസമല്ല, ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഇന്നലത്തെ ചെറിയ പോരാട്ടങ്ങളിൽ നമ്മെ താങ്ങിയ അതേ ദൈവം ഇന്നത്തെ വലിയ യുദ്ധങ്ങളിലും നമ്മെ ശക്തിപ്പെടുത്തും. എല്ലാറ്റിനും ഉപരിയായി ദാവീദ് നമ്മെ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിനിധിയായി നിന്ന ദാവീദ് മറ്റാർക്കും ജയിക്കാനാകാത്ത ശത്രുവിനെ പരാജയപ്പെടുത്തിയതുപോലെ നമ്മുടെ പ്രതിനിധിയായ യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും പാപത്തെയും സാത്താനെയും മരണത്തെയും ജയിച്ചു. നമ്മുടെ ഏറ്റവും വലിയ ജയം നമ്മുടെ സ്വന്തം ശക്തിയിലല്ല, നമ്മുടെ വിജയശാലിയായ രാജാവായ യേശുക്രിസ്തുവിലാണ്. ഞാൻ ദൈവത്തിന് പൂർണ്ണമായ അനുസരണമാണോ അർപ്പിക്കുന്നത്, അതോ തിരഞ്ഞെടുത്ത അനുസരണമോ? എൻ്റെ ആത്മവിശ്വാസം എൻ്റെ സ്വന്തം കഴിവുകളിലാണോ, ജീവനുള്ള ദൈവത്തിലാണോ? ശമൂവേലിനെ പോലെ അനുസരണമുള്ള ഹൃദയവും ദാവീദിനെ പോലെ താഴ്മയും, എല്ലാ പോരാട്ടങ്ങളിലും ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്ന അചഞ്ചലമായ വിശ്വാസവും കർത്താവ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.